അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ എഡിറ്റിംഗ്. ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് വേണ്ടത് നമുക്ക് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് എവിടെ എത്തത്തില്ല. അപ്പോൾ നിങ്ങൾ കുറേ ചാനലുകൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും. ഇത് നമ്മളൊന്നും ചെയ്യാതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെ എത്തത്തില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എഡിറ്റിംഗ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ എഡിറ്റിംഗ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി ഇൻഷോട്ട് ആപ്പിൽ ഓൾറെഡി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ഇൻഷോട്ട് ആപ്പ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും, ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇവിടെ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടുതരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇൻഷോട്ട് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ പ്ലേ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ലൈവായിട്ടാണ് കാണിച്ചു തരുന്നുള്ളത്. ഇതിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഞാനത് മാറ്റുന്ന രൂപം കൂടി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേറെ ഇതൊന്നും കാണിച്ചു തരുന്നില്ല. ഞാൻ ഓൾറെഡി ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഡിലീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ എന്നുള്ള സെക്ഷനിൽ പോവുക. നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ വീഡിയോ എന്നുള്ള സെക്ഷനിൽ പോവുക. ഇവിടെ ന്യൂ ടാബ് ഓപ്പൺ ചെയ്യാം. ന്യൂ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ ഇടുക. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഇവിടെ ആഡ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷോട്ടിൻ്റെ ഒരു ലോഗോ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ലോഗോ വേണ്ട. ലോഗോ ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് ആഡ്സ് കാണുക. അപ്പോൾ അവർ തരുന്ന ആഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അത് റിമൂവ് ആയി കിട്ടും കേട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്യുക. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് റിമൂവ് ആയി. ആഡ്സ് കണ്ടു, ഞാൻ ആഡ്സ് കണ്ടതിന് ശേഷം അത് റിമൂവ് ആയി കിട്ടി. അതിന് ശേഷം എൻ്റെ വീഡിയോ ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് കുറച്ച് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ പ്ലേ ആയി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്ലേ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് എന്താണ് ഇവിടെ കൊടുക്കേണ്ടത് അതൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോനെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പറയുമ്പോഴത്തേക്ക് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഈ വീഡിയോ ഞാൻ എവിടെയാണോ വേണ്ടത് ആ വീഡിയോ കറക്റ്റ് പൊസിഷനിൽ ഞാൻ വെച്ചിട്ട് ഞാൻ ആ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കത്രികൻ്റെ ഒരു ഇത് കാണിക്കും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 പാർട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ 2 പാർട്ടായതിനു ശേഷം ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം മാത്രം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ച് വീഡിയോസ് കുറച്ച് സൂം ആക്കണമെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, സൂം ആക്കുക. അല്ല സൂം ചെറുതാക്കുക. കുറച്ച് സൂം ആക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറക്റ്റ് പൊസിഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് പൊസിഷനാക്കി വെക്കാം കേട്ടോ. കുറച്ച് സൂം ആക്കാം. നമുക്ക് കുറച്ച് ലോങ് എന്നായിരിക്കണം വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതും വലുതും ആക്കാൻ പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി ഇത് വീഡിയോസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇത് ഓൾറെഡി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയാണോ തെറ്റുള്ളത് നോക്കിയിട്ട് സൗണ്ട് നോക്കിയിട്ട് നമ്മൾ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പ്ലേ ചെയ്തുകൊണ്ട് പോകുമ്പോൾ എവിടെയാണോ തെറ്റിയിട്ടുള്ളത് ആ ഭാഗം ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക, കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം വേണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കിപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. സൗണ്ട് ഓൾറെഡി ഇതിലായതുകൊണ്ട് സ്പീക്കർ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് വേറൊരു ഭാഗം കൂടി കട്ട് ചെയ്ത് കാണിച്ചാൽ ജസ്റ്റ് ഈ ഭാഗം ഞങ്ങൾക്ക് വേണ്ട, ഇത്ര പോർഷൻ ഞങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുന്നു, സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ കുറച്ച് ഭാഗം എവിടെയാണോ തെറ്റിയിട്ടുള്ളത് ആ ഭാഗം കൂടി ഇവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം 2 ഭാഗമായിട്ട് കിട്ടി. ഇത് വേണ്ട, ഈ പോർഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾറെഡി അത് ആ ഭാഗം പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ തെറ്റിയ ഭാഗം പോയി. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് അത് തെറ്റിയ ഭാഗം കറക്റ്റായിട്ട് ചെറിയൊരു പോർഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ടൈം ലൈൻ എന്ന് പറയും, ടൈം ലൈന് ജസ്റ്റ് സൂം ആക്കുക, ചെറുതാക്കുക. എങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് 2 വയറിൽ വെച്ചിട്ട് നമുക്ക് അത് സൂം ഇൻ സൂം ഔട്ട് ആക്കാൻ പറ്റും. കുറച്ച് ലോങ് ചെറുതാക്കാനും ഇതാക്കാനുള്ള പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് ഓൾറെഡി കട്ട് ചെയ്യുന്ന ഭാഗം പഠിച്ചു കഴിഞ്ഞു. നമുക്ക് വീഡിയോ എവിടെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെ എല്ലാ ടൈം ലൈനും എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ കട്ട് ചെയ്യുന്ന ഭാഗമെല്ലാം ഫസ്റ്റ് കട്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം അതെല്ലാം നിങ്ങൾ പോന്ന് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുൾ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. അത് ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണോ ഞാനിപ്പോൾ ഇവിടുന്ന് എടുത്തത് സ്റ്റാർട്ടിങ് മുതൽ ഞാൻ തുടങ്ങുന്നത് എവിടെയാണോ
കറക്റ്റ് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ഇത് കറക്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകണം. ബാക്കിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതങ്ങനെ ഇരുന്നോട്ടെ. അതിനുശേഷം ഈ നെക്സ്റ്റ് ഭാഗം ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സൂം ആക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഔട്ട് ബാക്കിലേക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ സൂം ആക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ പോർഷന് അവിടെ കറക്റ്റായിട്ട് നമുക്ക് വിചാരിച്ച രൂപത്തിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കുറച്ച് സൂമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം സൂമായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണം, സ്ക്രീൻ റെക്കോർഡ് എന്തെങ്കിലും ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ PIP എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ സ്ക്രീൻ റെക്കോർഡ് ആഡ് ചെയ്യേണ്ടത് ആ സ്ക്രീൻ റെക്കോർഡ് ഇവിടുന്ന് എടുക്കാം. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സൂം ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ടൈം ലൈൻ കാണത്തില്ല. സൂം ആക്കി കഴിഞ്ഞാൽ ടൈം ലൈൻ കാണത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഞാനൊരു സ്ക്രീൻ റെക്കോർഡും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് കറക്റ്റ് വരുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ അല്ല വേണ്ടത് സ്ക്രീൻ റെക്കോർഡ്. വേണ്ടത് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പോർഷനിലാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കാം. അതിന് ശേഷം ഇത് സൂം ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ വലിച്ചു കഴിഞ്ഞാൽ ഓക്കെ സൂം ഇൻ സൂം ഔട്ട് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാം. നമുക്കിവിടെ കുറച്ച് സൂം ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൂം ആക്കാം കേട്ടോ. ഇങ്ങനെ സൂം ആക്കി വെക്കാം. സൂം ആക്കി വെച്ചിട്ട് ഞാൻ എവിടെയാണോ പറയുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവരാം. അതല്ല പുറകോട്ടേക്ക് കൊണ്ടുവരണം, എവിടെ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ നിന്നാണ് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് വെക്കുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻ റെക്കോർഡ് വെക്കുന്ന സമയത്ത് ഇവിടുന്ന് നമുക്ക് ഇത് സ്ക്രീൻ റെക്കോർഡ് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊസിഷനിൽ വെക്കാം കേട്ടോ. പൊസിഷനിൽ വെക്കാം. അപ്പോൾ ഇത് സ്ക്രീൻ റെക്കോർഡ് ഓൾറെഡി ആഡ് ആയി കഴിഞ്ഞു. നമുക്ക് വേണ്ട ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ സ്ക്രീൻ റെക്കോർഡ് വരേണ്ടത് അവിടെ സ്ക്രീൻ റെക്കോർഡ് ഓട്ടോമാറ്റിക്കലി അത് വരും കേട്ടോ. ഓക്കെ, ഇവിടെ സ്ക്രീൻ റെക്കോർഡ് വന്നു കഴിഞ്ഞു. സ്ക്രീൻ റെക്കോർഡ് വന്നതിന് ശേഷം നമുക്കിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് സ്ക്രീൻ റെക്കോർഡായിട്ട് ഇപ്പോൾ ബന്ധം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ സ്ക്രീൻ റെക്കോർഡിലേക്ക് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതല്ല വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലേഷൻ എന്താണ് വേണ്ടത് അതൊക്കെ ഓൾറെഡി ആഡ് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. ഓക്കെ, സ്ക്രീൻ റെക്കോർഡ് ഇവിടെ വന്നു. അതിനുശേഷം ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമുക്കിപ്പോൾ ട്രാൻസ്ലേറ്റർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഈ കട്ട് ചെയ്ത ഭാഗത്തിലേക്ക് ജസ്റ്റ് ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ടാവും ഇവിടെ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റർ എവിടെയാണോ ട്രാൻസ്ലേറ്റർ ചെയ്യേണ്ടത് അവിടെ നമുക്ക് ട്രാൻസ്ലേറ്റർ ഇവിടെ കാണിക്കുന്നുണ്ടാവും കേട്ടോ. നമുക്ക് എങ്ങനെയാണോ വേണ്ടത്. ഇപ്പോൾ സൂമായി ഓട്ടോമാറ്റിക്കലി സൂമായിട്ട് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി വേറെ ട്രാൻസ്ലേറ്ററാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വേണ്ട രൂപത്തിൽ എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോയിൽ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഓക്കെ, വേറെ ട്രാൻസ്ലേറ്റർ വേണമെങ്കിൽ വേറെ ട്രാൻസ്ലേറ്റർ. ഞാൻ കൂടുതലായിട്ട് എഫക്ട്സും കാര്യങ്ങളും ട്രാൻസ്ലേറ്ററൊന്നും യൂസ് ചെയ്യില്ല. ഞാൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അത് ജസ്റ്റ് കട്ട് ചെയ്യും എഡിറ്റ് ചെയ്യും, നല്ല ഭാഗം മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് ഇടാറാണ് ഞാൻ പതിവ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇടുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാൻ കുറച്ച് ലോങ് വീഡിയോ ആണ് ഷൂട്ട് ചെയ്യാറ്. ഇപ്പോൾ ഏത് ട്രാൻസ്ലേറ്ററാണോ വേണ്ടത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേറ്റർ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും പല പല ട്രാൻസ്ലേറ്ററും. അപ്പോൾ ഇവിടെ വീഡിയോ കട്ടാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും ട്രാൻസ്ലേറ്റർ ആഡ് ചെയ്യിക്കുമ്പോൾ ഇവിടെ വീഡിയോ കട്ടാകുന്നുണ്ട് എൻ്റെ, അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും, വേറെ രൂപത്തിലായി കിട്ടി. അതിനുശേഷം ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരണ അല്ല താഴെന്ന് മുകളിലേക്ക് വരണ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടാവും. അതിനുശേഷം വേറെ ഉണ്ട് ട്രാൻസ്ലേറ്റർ, ഇഷ്ടംപോലെ ട്രാൻസ്ലേറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല
പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ടാവും. പിന്നെ അത് കൂടാണ്ട് വേറൊരു കാര്യമുണ്ട് ഇതിൽ നിങ്ങൾക്ക് ആൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ട്രാൻസ്ലേറ്ററും അതേപോലെ ആവും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒന്ന് മാത്രമായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിക്കുന്നത് എൻ്റെ ട്രാൻസ്ലേറ്റർ. ഓക്കെ, ഇവിടെ ആഡ് ആയിനോന്നൊരു സംശയമായി. ഓക്കെ, ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോ വെർഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം, പ്രോ ഇല്ലാത്തത് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് പ്രോ ഇല്ല, ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ പ്രോ ഇല്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ പ്രോ ഇല്ലാത്തത് ആഡ് ചെയ്യുക. ഇത് ഓൾറെഡി ഫ്രീ ആയിട്ട് കിട്ടുന്നത് മാത്രമേ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനിത് ഓൾറെഡി ആഡ് ചെയ്ത്. അപ്പോൾ നമുക്ക് പ്രോനെ വേണമെന്നായിട്ട് നിർബന്ധമൊന്നുമില്ല. ഇല്ലാത്തതും പ്രോ ഇല്ലാത്തത് വീഡിയോസും ഓൾറെഡി ഇതിൽ നമുക്ക് ട്രാൻസ്ലേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ചിലത് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, ചിലത് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നമുക്കിത് ഓൾറെഡി മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് രണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കീ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കീ ഫ്രെയിമിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കീ ഫ്രെയിം എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കീ ഫ്രെയിം ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ പോർഷൻ ഇപ്പോൾ നമുക്ക് ഈ രണ്ടാമത് സ്ക്രീൻ റെക്കോർഡ് ആഡ് ചെയ്ത പോർഷനോ അല്ലെങ്കിൽ നമ്മുടെ പോർഷനോ എന്തെങ്കിലും ഒന്ന് നമുക്ക് കുറച്ച് സൂം ആക്കണം, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കീ ഫ്രെയിം ഈ റൈറ്റില്ലേ, ഈ റൈറ്റിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ടൈം ലൈനിൽ ഒരു മാർക്ക് കാണിക്കുന്നുണ്ടാവും. ഈ മാർക്കിൽ ജസ്റ്റ് കുറച്ച് ഇപ്പുറം കൊണ്ടുവന്നിട്ട് ഈ മാർക്കിൽ ഓൾറെഡി ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ടാവും. ആ ഗ്രീൻ ലൈറ്റ് കത്തിയതിൻ്റെ കുറച്ച് ഇപ്പുറം കൊണ്ടുവന്നിട്ട് നമുക്ക് അതവിടെ വെച്ചിട്ട് അതിന് ശേഷം അതേപോലെ കീ ഫ്രെയിമിൽ ഒന്നും കൂടി ടച്ച് ചെയ്യുക. ഒന്നും കൂടി ടച്ച് ചെയ്തിട്ട് കുറച്ച് സൂം ആക്കാം കേട്ടോ. കുറച്ച് സൂം ആക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കാം. ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കീ ഫ്രെയിം ആഡ് ചെയ്തത് കൊണ്ടാണ് അത് സൂമായിട്ട് നമുക്ക് ഏത് പോർഷനിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കീ ഫ്രെയിമും കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഓൾറെഡി ഞാൻ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഫുള്ള് സ്ക്രീനിലാണ് ഇത് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കുക. കൊണ്ടുപോയി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇപ്പുറം വന്നതിന് ശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്ന സമയത്ത് സൂമായി എവിടെയാണോ ഞാൻ കൊണ്ടുവന്നത് അവിടത്തേക്ക് വന്നിട്ടുണ്ട് ആ വീഡിയോസ്. ഓക്കെ, അതിന് ശേഷം നമുക്കിപ്പോൾ അത് രണ്ടാമത് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിന് ശേഷം ഇത് നമുക്ക് എവിടെയാണോ കൊണ്ടുപോയിട്ട് വെക്കേണ്ടത് തിരിച്ചിട്ട് അവിടെ തന്നെ എങ്ങനെയാണോ കൊണ്ടുപോയി വെക്കേണ്ടത് അതേപോലെ കൊണ്ടുപോയി വെക്കുക. കൊണ്ടുപോയി വെച്ചതിന് ശേഷം എവിടെയാണോ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചിപ്പുറം കൊണ്ടുവന്നിട്ട് അതിന് ശേഷം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവിടെ തന്നെ പോകുന്ന നോക്കുക. ഇത് വന്നു രണ്ടാമത് തിരിച്ച് അവിടെ തന്നെ പോകും കേട്ടോ. രണ്ടാമത് അവിടെ തന്നെ പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടത്. കീ ഫ്രെയിമാണ് ഞാൻ പറയേണ്ടത്. അതിന് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം അതൊന്ന്. രണ്ടാമത്തെ കാര്യം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി വീഡിയോ ഇടുന്നത് പഠിച്ചു കഴിഞ്ഞു, കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടത് പഠിച്ചു കഴിഞ്ഞു, അതെല്ലാം ഓക്കെ ആയി. അതിന് ശേഷം നമുക്കിപ്പോൾ ഈ വീഡിയോക്ക് എന്തെങ്കിലും എഫക്ട്സ് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും എഫക്ട്സ് കൊടുക്കണം അല്ലെങ്കിൽ ഫിൽറ്റർ കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോക്ക് നമുക്ക് ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനെന്ത് ചെയ്യേണ്ടതെന്ന് നമ്മൾ രണ്ടാമത് ഈ പോപ്പപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. പോപ്പപ്പ് ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ രണ്ടാമത് പ്ലസ് പോപ്പേഴ്സ് എന്ന് അടിക്കുക. അടിച്ചതിന് ശേഷം നമുക്ക് ഏതാണോ പോർഷനാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ പോർഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി എടുക്കുന്നുണ്ട്. വീഡിയോസിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുക. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോസിൽ പോകുന്നുണ്ട്.
വീഡിയോസിൽ പോയിട്ട് നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് നോക്കിയിട്ട് ഞാൻ ആ പോർഷൻ ഓൾറെഡി ഇവിടുന്ന് എടുത്തിട്ട് കാണിച്ചു തരാട്ടെ. നമുക്കിപ്പോൾ സബ്സ്ക്രൈബർ ബട്ടൺ അതൊക്കെ വേണമെന്ന് വിചാരിച്ചോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീഡിയോസ് എടുക്കാം. നമ്മളിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പ്ലേ സ്റ്റോറിൽ നിന്നല്ല, ക്രോം ബ്രൗസറിന് ഓൾറെഡി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എവിടെയാണോ വേണ്ടത് അത് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, കുറച്ചും കൂടി എവിടെയാണോ ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ സംസാരിക്കുന്നത് ആ പോർഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ആ പോർഷനിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി കൊണ്ടുവരാം. നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത്, അപ്പോൾ സ്ക്രീൻ റെക്കോർഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ പോവുക. ഇവിടെ പോയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്ലേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് പൊസിഷനിൽ വെക്കണം. ഓക്കെ, ഇവിടെ കൊണ്ടുപോയിട്ട് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നുള്ളത്. ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരുന്നുള്ളത്. ഇനിയിപ്പോൾ എന്താ ഇതിന് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് നമുക്കിത് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഈ ഗ്രീൻ സ്ക്രീന് റിമൂവ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഓൾറെഡി ക്രോം ബ്രൗസറിൽ സബ്സ്ക്രൈബ് ബട്ടൺ PNG ഗ്രീൻ സ്ക്രീനിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഓൾറെഡി വീഡിയോസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഇവിടെ എന്താ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ പോയി ക്രോമാക്കി ഫ്രീസ് അത് അത് വേറെ ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് മാസ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുമോ നോക്കട്ടെ. ഓക്കെ, മാസ്ക് അല്ല, ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ ഇവിടെ വേണം. ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായിപ്പോയി ഞങ്ങൾക്ക് എവിടെയാണെന്ന് അറിയാത്ത. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ പോർഷന് ഗ്രീൻ സ്ക്രീനിൽ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്തിട്ട് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൾറെഡി അവിടെ നിന്ന് റിമൂവ് ആയി പോയി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ സബ്സ്ക്രൈബ് മാത്രമേ കാണിക്കത്തുള്ളൂ, ഗ്രീൻ സ്ക്രീൻ കാണിക്കത്തില്ല. ഓക്കെ, ഇവിടെ താഴത്തെ ഗ്രീൻ സ്ക്രീൻ വരും, പക്ഷേ നമ്മൾ വീഡിയോയിൽ ഗ്രീൻ സ്ക്രീൻ വരത്തില്ല കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബർ ബട്ടൺ മാത്രമേ കാണിക്കത്തുള്ളൂ, ഗ്രീൻ സ്ക്രീൻ മാഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് ഇവിടെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ, ഓക്കെ, അല്ല വേറെ എവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും വീഡിയോ. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോൻ്റെ മുകളിൽ ടോപ്പിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം, നമുക്കിപ്പോൾ ലോഗോ ക്ലിക്ക് ചെയ്യണോ അല്ലെങ്കിൽ ലോഗോ ആഡ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പോയ അതേ പോപ്പപ്പിൽ പോവുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗോ എടുക്കുക. എവിടെയാണോ ലോഗോ ഉള്ളത് ആ ലോഗോ, നമ്മളെ ലോഗോസ് എവിടെയാണോ ഉള്ളത് ആ ലോഗോ എടുക്കുക. എൻ്റെ ലോഗോ ഓൾറെഡി കാണുന്നില്ല ഇപ്പോൾ എവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി വേറെ എന്തെങ്കിലും ഒന്ന് ഓപ്ഷനിൽ ലോഗോന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോസിലായിരിക്കും ഉണ്ടാവുക, ലോഗോ മാക്സിമം ഫോട്ടോസിലാണ് ഉണ്ടാവുക. അപ്പോൾ ലോഗോ ഫോട്ടോസിലായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെങ്കിൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒരു ലോഗോ, ഇപ്പോൾ എൻ്റെ ലോഗോ ഇവിടെ പോയി എന്ന് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തപ്പുന്നുള്ളത്. അപ്പോൾ പ്രശ്നമില്ല, കിട്ടിയാൽ ഞാൻ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ലോഗോ 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 നിങ്ങളാണെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടൈം എടുത്തിട്ടേ ചെയ്യേണ്ട, അല്ലാണ്ട് ഫാസ്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ചട്ടപ്പട്ടയെന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ നമ്മൾ ടൈം എടുത്ത് ചെയ്യുക. എന്തൊരു കാര്യമാണെങ്കിലും ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഞാനിവിടെ എന്ത് നോക്കിയാലും എൻ്റെ ലോഗോ കാണുന്നില്ല, എവിടെയോ ഉണ്ട്, ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, എവിടെയോ ഉണ്ടായിരുന്നു ലോഗോ, പക്ഷെ ഇപ്പോൾ കാണാനില്ല. ഓക്കെ, ഞാൻ ലോഗോന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്ന കേട്ടാ.
ലോഗോന് പകരമായിട്ട് ഓക്കെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെൻ്റെ ലോഗോ എന്ന് വിചാരിച്ചോളൂ കേട്ടോ, വേറൊന്നുമില്ല. ലോഗോ കാണാത്തത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ലോഗോ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്തു മതി. എവിടെയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ ലോഗോ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ലോഗോ ഒന്നും കൊടുക്കാറില്ല എൻ്റെ വീഡിയോസിൽ. അപ്പോൾ ലോഗോ ഇപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലോഗോ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നീട്ടി നമുക്ക് എവിടത്തോളമാണ് ലോഗോ വേണ്ടത് ആ ലോഗോ അവിടത്തെ വരെ ഇത് വരണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഫിക്സ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി അത് ആ ലോഗോ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓൾറെഡി ലോഗോന് പകരമായിട്ട് ഇതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ലോഗോ തപ്പിയിട്ട് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും എഫക്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് നമുക്ക് ആനിമേസ് ഫിൽറ്റർ അങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ആനിമേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആനിമേറ്റഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ആനിമേറ്റഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ടാവും എങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് ഇങ്ങനെയാണ് വരുന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റും. ഓക്കെ, സൂമായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓക്കെ വൈബ്രേറ്റ് ആയിട്ട് വരും. അല്ല ഏത് രൂപത്തിലാണോ നമുക്ക് വരേണ്ടത് ആ രൂപത്തിലാണ്. ഇപ്പോൾ ഇൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഫസ്റ്റ് കാണുന്ന പോർഷന്. ഇനി ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ഇത് പോകേണ്ട രൂപം. ഓക്കെ, ഇതെങ്ങനെയാണോ നമുക്ക് തിരിച്ച് പോകേണ്ടത്, ഇപ്പോൾ ലാസ്റ്റ് എൻഡ് കഴിഞ്ഞതിന് ശേഷം പോകേണ്ട രൂപമാണ് ഇവിടെ വേറൊന്ന് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടത് ആ പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ആനിമേഷൻ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഔട്ട് അത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലോപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് വേറെ എന്തൊക്കെയോ ആനിമേഷനാണ്. ഓക്കെ, അതിങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നോർമലിലിടാം. നോർമലിലിട്ടതിന് ശേഷം നമുക്കിപ്പോൾ അത് എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരേണ്ടത് അങ്ങനെ വരും കേട്ടോ. ഓക്കെ, പല രൂപത്തിലും വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ക്രോമാക്കി ആഡ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി അത് ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്രോമാക്കി ഇവിടെ ആഡ് ചെയ്ത് അതിന് ശേഷം അതവിടെ തന്നെ വെച്ച് റൈറ്റ് കൊടുത്ത്. ഓക്കെ, അതിന് ശേഷം ഇപ്പോൾ വീഡിയോസ് ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലായി കിട്ടി. ഓക്കെ, ട്രാൻസ്ലേറ്റർ ആഡ് ചെയ്ത് അതിന് ശേഷം ഇവിടെ ഒരു ട്രാൻസ്ലേറ്റർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ബാക്കപ്പ് പോവുക. ബാക്കപ്പ് പോയതിന് ശേഷം ഇവിടെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണും. പെൻസിലിൻ്റെ ഐക്കൺ കാണുന്നത് വേറെ എന്തെങ്കിലും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാൻ. ഇത് പ്രോ വേർഷനാണ്, അത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രോ ഇല്ലാത്ത പേയ്മെൻറ്റ് കൊടുക്കാത്ത വേറെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടി. ഓക്കെ, അത് പൈസ കൊടുത്താലേ കിട്ടത്തുള്ളൂ എന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാത്തത് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മ്യൂസിക് എന്നുള്ള സെക്ഷനിൽ പോവാം. ഓക്കെ, ഓഡിയോ എന്നുള്ള സെക്ഷനിൽ പോവാം. ഓഡിയോ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് മ്യൂസിക് ഇതിൽ കുറേ മ്യൂസിക് കാണിക്കുന്നുണ്ടാവും. ഈ മ്യൂസിക്കെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോസ് അല്ല ഇതുപോലല്ല വീഡിയോസ്, നിങ്ങൾ വേറെ എന്തെങ്കിലും വീഡിയോസ് ആണെങ്കിൽ ഇവിടെ കുറേ മ്യൂസിക് കാണിക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മ്യൂസിക് നമ്മളെ ഫയലിൽ നിന്ന് എടുക്കാനും പറ്റും കേട്ടോ. ഈ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈ മ്യൂസിക് എഫക്ട്സ് എല്ലാം കാണിക്കുന്നുണ്ടാവും. ഓൾറെഡി ഇതിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. മൈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫയലിലേക്ക് പോകും. എഫക്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ എഫക്ട്സുകൾ ഇതുപോലത്തെ കുറേ എഫക്ട്സുകൾ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഏതെങ്കിലും ഒരു എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആ ബേൺഡ് എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂസിക് ഇങ്ങനെ മ്യൂസിക് വരും. ഓക്കെ, നിങ്ങൾക്ക് മ്യൂസിക്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, മ്യൂസിക് പോകുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ബാക്കപ്പ് പോവുക. ബാക്കപ്പ് പോയിട്ട് നമുക്ക് ഓൾറെഡി മ്യൂസിക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യുക. ഓൾറെഡി ഓക്കെ കൊടുക്കുക. ആഡ് ആയിട്ടുണ്ടോ? ഇല്ല, ആഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് അതിന് ശേഷം എഡിറ്റിംഗ് ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ഉദ്ദേശിച്ച രീതിയിൽ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തു. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ഓൾറെഡി വീഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്റ്റിക്കർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ ഇവിടെ കുറേ സ്റ്റിക്കർ വരുന്നുണ്ട്. ഷെയർ ബട്ടൺ ഇതെല്ലാം ബോറിംഗ് ആണ്. ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് അവിടെ കൊടുക്കേണ്ട ഓപ്ഷൻ ഇല്ല. ഇതെല്ലാം ഒരു ബോറിംഗ് ആണ്. ഇതൊക്കെ സാധാരണ ഈ ഗെയിം കളിക്കുന്ന ആൾക്കാർ അങ്ങനത്തെവരെല്ലാം യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്നും ആവശ്യമില്ല.
അപ്പോൾ ഇത് 2 സ്റ്റിക്കർ വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഡിലീറ്റ് ചെയ്യുക. ഈ സ്റ്റിക്കർ വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടുന്ന് നമ്മൾ സംസാരിക്കുന്ന രൂപത്തിലുള്ള ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് ടെക്സ്റ്റാണോ ഹലോ ഹായ് എന്ന എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് കളർ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ കളറ് പല പല കളറും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ കളർ ഈ ടെക്സ്റ്റിൻ്റെ കളർ മാറിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് റൈറ്റ് കൊടുക്കുക. റൈറ്റ് കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഇത് ഈ ബ്ലാക്ക് വേണ്ട, അവിടെ ബ്ലാക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വെറും ഇതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റാൻ പറ്റും. ബ്ലാക്ക് യെല്ലോ കളറിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ താഴത്ത് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതിന് പറ്റിയ പല ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വെറും ടെക്സ്റ്റ് മാത്രം മതിയെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് മാത്രം കൊടുക്കാം. അതല്ല യെല്ലോ കളറിൽ ഇങ്ങനെ വേറെ ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഡിസൈനിൽ കിട്ടും കേട്ടോ. ഇനി ഫോണ്ട് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോണ്ട് ചേഞ്ച് ആക്കി കൊടുക്കുക. ഓക്കെ, ഹലോ ഫോണ്ട് ഇതൊക്കെ ചേഞ്ച് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിന് എഫക്ട്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എഫക്ട്സും കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് അതിന് ശേഷം ഇതിന് ആനിമേഷൻ കൊടുക്കണം. ഇനി ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ഇനി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആനിമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതെങ്ങനെയാണോ വരേണ്ടത് പോകേണ്ടത് വരേണ്ടത് എങ്ങനെയെന്നല്ല ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഓപ്ഷനിൽ പോവുക. രണ്ടാമതല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റിങ്ങിൽ പോവുക. എഡിറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആനിമേഷൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും കേട്ടോ. ഇതെങ്ങനെയാണോ ടെക്സ്റ്റ് വരേണ്ടതെന്ന് ആനിമേഷൻ. ഓക്കെ, ഇങ്ങനെ ടെക്സ്റ്റ് ഏത് മോഡലിലാണോ വരേണ്ടതെന്ന് ഇവിടെ നിങ്ങൾക്ക് ആനിമേഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ഇങ്ങനെ മെല്ലെ പറയുന്നത്. നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കുമ്പോൾ ഫാസ്റ്റായിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പഠിക്കാനും പറ്റത്തില്ല. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാൻ പറ്റിയ. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ടാവും. ഇനിയിപ്പോൾ വേറെ ടെക്സ്റ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളേത് ഫോണ്ടാണോ നിങ്ങൾ ഏത് ആനിമേഷനാണോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ആനിമേഷനിൽ തന്നെ ഇവിടെ നമുക്ക് വീഡിയോസ് ഈ ടെക്സ്റ്റ് നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് ഇവിടെ വരും കേട്ടോ. ഇനിയിപ്പോൾ മലയാളത്തെ ടെക്സ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും വേറൊരു പരിപാടി ഉണ്ട്, വേറൊരു ഐഡിയ ഉണ്ട് കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലാണ് ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇത് ബാക്കപ്പ് പോകുന്നുണ്ട്. അതിന് ശേഷം ഈ ടെക്സ്റ്റ് വരുന്ന എങ്ങനെ നോക്കാം കേട്ടോ. ഞാൻ ഏതോ ഒരു ആനിമേഷൻ ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ല, ആനിമേഷൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എഡിറ്റിംഗ് ഓപ്ഷനിൽ പോവുക. എഡിറ്റിംഗ് ഓപ്ഷനിൽ പോയിട്ട് ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുത്ത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആനിമേഷൻ നോക്കട്ടെ എങ്ങനെ വരുന്നുണ്ടെന്ന്. മൂന്ന് താഴത്തേക്ക് വന്നിട്ടുണ്ട്, വീണിട്ട് ഇങ്ങനെ വീണ പോലെ വന്നിട്ടുണ്ട് കേട്ടോ ആനിമേഷൻ. ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറേ ലോങ്ങിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ സമയം വേണമെന്നുണ്ടെങ്കിൽ നീട്ടി വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വേറെ മലയാളത്തിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. മലയാളത്തെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം കീവേഡ് ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു വേറൊരു ഐഡിയ ചെയ്യുന്നുണ്ട്. ഞാൻ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി മലയാളത്തിൽ ടെക്സ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു മലയാളത്തിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, ഞാൻ ഇവിടെ വോയിസ് ഓവറിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് കോപ്പി ചെയ്ത് ഓക്കെ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ നേരെ വരിക. നേരെ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത അതേ ടെക്സ്റ്റിൽ പോവുക. ടെക്സ്റ്റിൽ പോയിട്ട് ഇവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. മലയാളത്തിലാവും കേട്ടോ, മലയാളത്തിലാവും. നമുക്കിപ്പോൾ അത് ഇവിടെ കുറേ ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്ക് ചെറുതാക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. ഓക്കെ, ചെറുതാക്കാൻ 2 പാർട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പാർട്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ സിംഗിളാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. റൈറ്റ് കൊടുക്കുക. റൈറ്റ് കൊടുത്തതിന് ശേഷം മലയാളത്തിൽ ഇവിടെ ഫോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ തന്നെ ഉണ്ട് ഓട്ടോ ടെക്സ്റ്റ്, പക്ഷേ ഇങ്ങനെയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് നീട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ ടെക്സ്റ്റിന് നമുക്ക് വേറെ എന്തെങ്കിലും ആനിമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷനിൽ പോവുക. കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക.
ഏത് കളറിലേക്കാണോ നമുക്ക് മാറ്റേണ്ടത് ആ കളറിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലൂ അല്ലെങ്കിൽ ഗ്രീന്. ഓക്കെ, ഗ്രീന് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ഫോണ്ടിൻ്റെ വേറെ എന്തെങ്കിലും ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം, അതല്ല ഇങ്ങനെ ബോർഡ് ആക്കാം, ഇങ്ങനെ ആക്കാം. കളറിൽ വേണമെങ്കിൽ കളറിലാക്കാം. ഓക്കെ, കളറിൽ വേണമെങ്കിൽ കളറിലാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രണ്ടാമത് ടെക്സ്റ്റിൽ പോവുക. രണ്ടാമത് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രൂപത്തിലെല്ലാം ചെയ്യാം. അതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ടെക്സ്റ്റ് മാറി മാറി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെ ഓടുന്ന രൂപത്തിലായിട്ടുണ്ടല്ലോ ടെക്സ്റ്റ്. അതിന് ശേഷം അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മലയാളം കിട്ടുന്നില്ല. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, പല പല രൂപത്തിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഔട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ ഔട്ട് പോകുന്ന സമയത്ത് കുറേ ലോങ്ങിൽ നമ്മൾ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വരും. ഞാൻ ഔട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ല ഔട്ട് പോകുമ്പോൾ വേറെ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, മാഞ്ഞു പോകുന്ന രൂപത്തിൽ. ഓക്കെ, അത് ഓക്കെ. ഇനി പോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആ ടെക്സ്റ്റ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, വൈബ്രേറ്റർ ആയിക്കൊണ്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എഫക്ട്സ് ഇങ്ങനെ ആയിക്കൊണ്ടുണ്ടാവും. അത് വായിക്കാൻ കിട്ടത്തില്ല, അങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ മറിഞ്ഞിട്ടും തിരിഞ്ഞിട്ടും കാര്യമില്ല, അത് വായിക്കാൻ കിട്ടത്തില്ല. വായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ടെക്സ്റ്റ് എടുത്തത്. അപ്പോൾ നോർമലിൽ ക്ലിക്ക് ചെയ്യുക. നോർമലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് അവിടെ വന്ന പോലെ അവിടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ കളർ ചേഞ്ച് ചെയ്യണമെന്ന് കളർ ആദ്യം രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുക. അതല്ല നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്, നമുക്ക് ഉദ്ദേശിച്ച രൂപത്തിലല്ല വേണ്ടത് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കളർ തന്നെ മാറ്റാൻ പറ്റും, യെല്ലോയിലാക്കിയിട്ട് അങ്ങനെ വിട്ടു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആനിമേഷൻ ഓൾറെഡി അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന കാണാൻ പറ്റും. ആനിമേഷൻ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ആവും. അപ്പോൾ ഞാൻ ഓൾറെഡി ആനിമേഷൻ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തിട്ടില്ല. ആനിമേഷൻ അതിരുന്നോട്ടെ. റൈറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ആനിമേഷൻ കറക്റ്റായിട്ട് വരും കേട്ടോ. ഓക്കെ, ആനിമേഷൻ വന്നു. ഇനി ഔട്ട് ആനിമേഷൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഔട്ട് ആനിമേഷനും പോയി, അതേപോലെ രൂപത്തിൽ എങ്ങനെയാണോ വന്നത് അങ്ങനെ പോയി. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട രൂപവും ഇപ്പോൾ മനസ്സിലായല്ലോ ഏകദേശം. ഇനിയിപ്പോൾ ടെക്സ്റ്റ് കുറച്ച് സൂം ആക്കണം എന്നുണ്ടെങ്കിൽ സൂം ആക്കാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സൂം ആക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഇവിടുത്തം വരെ വന്നല്ലോ, ഇവിടുത്തം വരെ വന്നു. ഇനിയിപ്പോൾ ഈ ടെക്സ്റ്റ് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചിപ്പുറം ഇതിന് ഇങ്ങോട്ടേക്ക് വെക്കാം. ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇങ്ങോട്ടേക്ക് വെക്കാം. കുറച്ച് ഇങ്ങോട്ടേക്ക് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇങ്ങോട്ടേക്ക് വെക്കാം. അതിന് ശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വെക്കാം. ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ടെക്സ്റ്റ് നമുക്ക് എത്ര ദൂരമാണ് നമുക്ക് വേണ്ടത് ആ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് വരുന്നത് നോക്കാം. നമ്മളിപ്പോൾ മലയാളത്തിൽ ആഡ് ചെയ്ത് കൊടുത്തത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് രൂപത്തിൽ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഇപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ടെക്സ്റ്റ് നമ്മളിപ്പോൾ ഈ ചെയ്ത ടെക്സ്റ്റ് വേറെ രൂപത്തിലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ടെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്കിത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ ആ ടെക്സ്റ്റ് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ടെക്സ്റ്റിന് നേരെ എന്ത് ചെയ്യുക, നേരെ വലിച്ചിട്ട് ഇവിടെ വെക്കുക. അപ്പോൾ എന്താ ചെയ്യും, ആ ടെക്സ്റ്റ് പോകുന്നത് നോക്കുക. ഇവിടെയാണ് ടെക്സ്റ്റ് വന്നത്. നമ്മൾ കീ ഫ്രെയിം എവിടെയാണോ ആഡ് ചെയ്ത് കൊടുത്തത് അവിടത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ആ ടെക്സ്റ്റ്. അതിനുശേഷം മലയാളത്തിലെ ടെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ എങ്ങോട്ടേക്ക് വേണമെങ്കിൽ ആക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ വീഡിയോസിനൊരു ഇതെല്ലാം ഓക്കെ ആയി, അതെല്ലാം ഓക്കെ അതിന് ശേഷം റൈറ്റ് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മൈൻ വീഡിയോ ലാസ്റ്റ് എൻഡ് ആകുന്ന സമയത്തോ അതല്ല നമ്മൾ ഇതെല്ലാം ടെക്സ്റ്റെല്ലാം വന്നതിന് ശേഷമോ എവിടെയെങ്കിലും നമുക്ക് എഫക്ട്സ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്പ്ലിറ്റ് ഓപ്ഷൻ കിട്ടും. അതിനുശേഷം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ആനിമേഷനാണോ വേണ്ടത് ആനിമേഷനിൽ നമ്മളെ വീഡിയോസ് പ്ലേ കിട്ടും കേട്ടോ. ഓക്കെ, പല രൂപത്തിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് പ്രോ വെർഷനാണ്. പ്രോ വെർഷൻ ക്യാമറയിൽ കാണിക്കത്തുമില്ല കേട്ടോ.
ഇതൊക്കെ പ്രോ വെർഷനാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രോ വെർഷൻ പോകുമ്പോൾ ഇവിടെ ക്യാമറ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എഫക്ട്സ്, ഇവിടെ കുറേ എഫക്ട്സ് കാണിക്കുന്നുണ്ട് കേട്ടോ, കുറേ എഫക്ട്സ് കാണിക്കുന്നുണ്ട്. പ്രോ വെർഷന് വരുമ്പോഴത്തേക്ക് അവിടെ ക്യാമറ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, നിങ്ങൾ നോക്കേണ്ടത്. അതിന് ശേഷം ഇവിടെ വേറെ അതും പ്രോ വെർഷനാണ്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന എല്ലാം നോർമലായിട്ട് ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് അറിഞ്ഞിട്ടില്ല, ചിലതെല്ലാം പ്രോ വെർഷൻ ഉണ്ട്. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇതിങ്ങനെ ബ്ലറായിട്ട് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് ബ്ലറായിട്ട് കാണിക്കും, ജസ്റ്റ് ഒന്ന് ബ്ലറായിട്ട് കാണിച്ചു. കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പെയ്ഡ് ഉണ്ട്, ഇനിയിപ്പോൾ ഡബിൾ ത്രിബിളായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രോ വെർഷനാണ്, അതൊന്നും ആവശ്യമില്ല കേട്ടോ. ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട്, 1-2 ഫ്രീ ആയിട്ട്. അപ്പോൾ ഇവിടെ കുറേ എഫക്ട്സുകളെല്ലാം വരുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേറെ എഫക്ട്സ് അതിൽ ഇങ്ങനെ 2 ഭാഗമായിട്ടെല്ലാം വരുന്നുണ്ട്. ഇനിയല്ല ഇങ്ങനെ ഭാഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പല ഓപ്ഷനും ഓപ്പൺ ആക്കാൻ പറ്റും. നമുക്ക് പൈസ കൊടുക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ട്രിക്ക് മാത്രം യൂസ് ചെയ്യുക, എഫക്ട്സുകൾ മാത്രം യൂസ് ചെയ്യുക. അതല്ല പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നല്ല എഫക്ട്സുകളെല്ലാം കിട്ടുന്ന രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ. ഇപ്പോൾ എൻ്റെ എഫക്ട്സ് ഇവിടെ വേറൊരു ഇത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എഫക്ട്സുകൾ നമ്മൾ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് ഇവിടെ ഒരു പോർഷനിൽ നമുക്ക് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യണം, എന്തെങ്കിലും ഒരു ട്വീൻ അങ്ങനെ എന്തെങ്കിലും സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ഇവിടെ മ്യൂസിക്കിൽ വരാം. മ്യൂസിക്കിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പല പല സൗണ്ടും വരും കേട്ടോ. ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടെയാണോ വേണ്ടത് ആ പോർഷൻ മാത്രം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ സൗണ്ട് അവിടെ പ്ലേ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഫിൽറ്റർ, ഇപ്പോൾ നമ്മൾ വീഡിയോസ് അത്ര ക്വാളിറ്റി ഇല്ല, കുറച്ച് ക്വാളിറ്റി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണിക്കും. ഈ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് എങ്ങനെയാണോ സൂമായിട്ട് വരേണ്ടത്, സൂമായിട്ട് പോകേണ്ടത്, ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. നോർമലായിട്ട് ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് സൂം ഇൻ സൂം ഔട്ട് ആക്കുന്ന സാധനം കേട്ടോ. ഇനിയിപ്പോൾ ഫിൽറ്ററിൽ നമുക്ക് കളറല്ല വേണ്ടേ, ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടണമെന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കുറക്കണമെന്ന് വിചാരിച്ചാൽ കുറക്കാനും പറ്റും, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ പല പല ഓപ്ഷൻസിലും നിങ്ങൾക്ക് നിങ്ങളുടെ കളറിന് മാച്ചായ കളർ ചൂസ് ചെയ്യാം കേട്ടോ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. അപ്പോൾ അതെല്ലാം പ്രോ വെർഷനാണ്, പ്രോ വെർഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കുറച്ച് കളർ കൂട്ടിയിട്ടുണ്ട്. എൻ്റെ നോർമൽ ഇത് കേട്ടോ, നോർമൽ ഇത് കുറച്ച് ബ്രൈറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ്. ഇപ്പോൾ ഞാൻ കുറച്ച് ബൾത്തിൽ കാണുന്നുണ്ട്, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിൽറ്റർ കൂട്ടാൻ പറ്റും. ഏതാണ് ഫിൽറ്റർ എവിടെയാണോ കൂട്ടിയത്, ഇപ്പോൾ ഞാൻ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഫിൽറ്റർ കൂട്ടിയ സ്ഥലത്ത് നിങ്ങൾ നോക്കാം, ഫുള്ള് വൈറ്റ് ആയിട്ടുണ്ട്, ബാക്കെല്ലാം വൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്ര ഫിൽറ്റർ വേണ്ട, അത്ര ഫിൽറ്റർ ഉണ്ടെങ്കിൽ കുറച്ച് കാണാൻ രസമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് കുറക്കാൻ പറ്റും കേട്ടോ. ഫിൽറ്റർ ഇവിടെ കുറക്കാൻ പറ്റും, ബ്രൈറ്റ്നസ് കുറക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വെക്കാം. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്കതെല്ലാം സെലക്ട് ചെയ്തിട്ട് വേണമെന്ന് വേറെ കളറിൽ മാറ്റാൻ പറ്റും കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ ഓൾറെഡി പ്രോ വെർഷനാണ്, അത് വേണ്ട. അതിനുശേഷം അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ കുറേ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കളർ മാറ്റാൻ പറ്റുന്ന രൂപത്തിൽ. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കളർ ചേഞ്ച് ചെയ്യുക, കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കുക. അപ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കളറ് ബ്രൈറ്റ്നസ്സും കൂടിയിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച നോർമൽ കളറും അല്ല, അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിന് റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൾറെഡി അവിടെ സെലക്റ്റായി. പിന്നെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ട് നോക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്, ഞാൻ മറന്നുപോയി നിങ്ങളടുത്ത് പറയാൻ. എന്നിട്ട് നിങ്ങൾ വീഡിയോസ് വേറെ ഏതെങ്കിലും വീഡിയോസ് ആണ് നിങ്ങൾ മൊബൈൽ കുത്തനെ പിടിച്ചിട്ട് എടുത്തതാണ്, അതല്ലെങ്കിൽ മൊബൈൽ വേറെ എന്തെങ്കിലും രൂപത്തിലെടുത്തതാണ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂട്യൂബ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും, ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രൂപത്തിൽ ഇവിടെ കാണിക്കാൻ പറ്റും.
ഇത് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് ലോഗോ കാണിക്കുന്നുണ്ടാവും, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ടാവും. ഇവിടെ 9:16 എന്ന് കാണിക്കുന്നത് ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ട കാര്യം ഷോർട്ട് വീഡിയോ ആണ്. ഇനിയിപ്പോൾ ടിക്ടോക്ക് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഈ 16:9 എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ലോഗോ കാണിക്കുന്നില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോസ് യൂട്യൂബിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഈ 16:9 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്തും ചെറിയ പോർഷനായിട്ട് കാണിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇവർ വീഡിയോ ഇൻസ്റ്റാളിൽ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ക്യാൻവാസ് എന്നുള്ള സെക്ഷന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നില്ല. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ റേഷ്യോ ചേഞ്ച് ചെയ്യണം കേട്ടോ. റേഷ്യോ ഇത് യൂട്യൂബ് ഷോർട്സ് ആണ്. ഈ ഷോർട്സിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തത് കൊണ്ടാണ് അത് ചെറിയതായിട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ വലിയതായിട്ട് കാണിക്കുന്നത്. യൂട്യൂബിൽ കറക്റ്റായിട്ട് നിങ്ങൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തതുപോലെ വരാത്തതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നിങ്ങളിവിടെ യൂട്യൂബ് ലോങ് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 16:9 തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണം. ഇത് ഞാൻ ആദ്യം പറയേണ്ടിയിരുന്നു, പക്ഷെ ആദ്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നുള്ളത്. അപ്പോൾ പിന്നെയും ഇത് റിപ്പീറ്റായിട്ട് ഞാൻ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ ഈ പോർഷൻ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇത്ര സമയം എഡിറ്റ് ചെയ്തത് ഫുള്ള് വേസ്റ്റ് ആവും. അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് കാണണം, ഈ പോർഷന് മെയിനായിട്ട് കാണണം. മെയിനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോസ് കറക്റ്റായിട്ട് യൂട്യൂബിൽ പോർഷൻ ചെയ്യാം. ഇപ്പം നമുക്കിപ്പോൾ ഇത് സൂം ആക്കാനും ഇതാക്കാനൊക്കെ എവിടെയും പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഏത് പോർഷനാണ് ഇപ്പോൾ വേണ്ടത്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് സ്ക്രീനാണ് ഓൾറെഡി ഉള്ളത്. ഇപ്പോൾ ടിക്ടോക്കിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ അത് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി എന്ന് വിചാരിച്ചാൽ ചെറുതാക്കണമെന്ന് വിചാരിച്ചാൽ ഇവിടെ ചെറുതാക്കാൻ പറ്റും. ഇങ്ങനെ ചെറുതാക്കി കഴിഞ്ഞാൽ മാത്രം യൂട്യൂബിൽ കറക്റ്റ് പോർഷനിൽ വരത്തില്ല. അപ്പോൾ ഇത് ഫുള്ളിൽ വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് യൂട്യൂബിൽ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഓൾറെഡി ഓപ്ഷൻ കാണിച്ചു തന്നു. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പാടാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് നിങ്ങൾ ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോസ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൽ പോപ്പിൽ പോകുന്നുണ്ട്. പോപ്പിൽ പോയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നല്ലോ ഈ പോർഷൻ ഓൾറെഡി കാണിച്ചു തന്നല്ലോ സബ്സ്ക്രൈബേഴ്സിൻ്റെ. ഈ സബ്സ്ക്രൈബർ എന്ന ബട്ടൺ കറക്റ്റായിട്ട് വരുന്നുണ്ട് അവിടെ. അതിനുശേഷം നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോപ്പപ്പിൽ ക്ലിക്ക് ചെയ്യുക. പോപ്പപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പോർഷൻ വീഡിയോസാ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഏകദേശം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ട്. വീഡിയോസിൽ പോവുക. ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് കാണിക്കും കേട്ടോ, വീഡിയോസ് എന്നെല്ലാം കാണിക്കും. ഏതാണ് നമുക്ക് വേണ്ടത് ആ പോർഷൻ ഓൾറെഡി ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒരു വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഏത് വീഡിയോ ആണ് ഇടേണ്ടത്, ഏകദേശം ഞാനൊരു ഈ വീഡിയോ ആണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചോ. ഈ വീഡിയോ ഈ സൈഡിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോനെ ചെറുതാക്കുക, വലുതാക്കുക. ഓക്കെ, എവിടെയാണ് ഇപ്പോൾ കുറേ ആൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചെറിയ പോർഷനിൽ വീഡിയോസ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോസ് ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് പോർഷനിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പോർഷൻ ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം, പ്ലേ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഇവിടെ പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ കട്ട് ചെയ്യേണ്ട ഭാഗം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രേ ഉള്ളൂ, വേറൊന്നും അതിന്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോർമലായിട്ട് ഫോണിൽ പിടിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ സ്പീഡ് കൂട്ടണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ആണെങ്കിൽ, നിങ്ങൾ വോയിസ് ഓവർ കൊടുത്ത വീഡിയോസ് ആണെങ്കിൽ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അത് അലങ്കോലമാവും. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇപ്പം വീഡിയോസാണ് ഞാനൊരു എക്സാമ്പിളിന് പറഞ്ഞുതരാം. ഷോർട്ട് വീഡിയോ കൂടി എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ എഫക്ട്സ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് സബ്സ്ക്രൈബർ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോസ് നമ്മൾ കാണിച്ചു തന്നല്ലോ, സൈഡിൽ കൊടുക്കേണ്ട വീഡിയോസ്. അത് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും കൊണ്ട് നീക്കി കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് എങ്ങനെയാണോ നമ്മൾ നേരത്തെ ഇത്ര സമയം പറഞ്ഞത് അതുപോലെ തന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളും അതേ സെയിം ആട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിപ്പോൾ ഇത് എഫക്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് മറന്നുപോയല്ലോ.
ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ഷോർട്ട് വീഡിയോ. ഓക്കെ, അതിന് ശേഷം ഇത് എക്സ്പോർട്ട് ചെയ്യാം. ആദ്യം എക്സ്പോർട്ട് ചെയ്യുക. ഈ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ മൊബൈലിൻ്റെ ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ടോപ്പിൽ എക്സ്പോർട്ട് എന്നൊരു ബട്ടൺസ് കാണുന്നുണ്ടാവും കേട്ടോ. എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റെസൊല്യൂഷന് 1080p എന്ന് കാണിക്കുന്നുണ്ടാവും, 30 FPS എന്ന് കാണിക്കുന്നുണ്ടാവും, MP4 എന്ന് കാണിക്കുന്നുണ്ടാവും, പിന്നെ ഈ വീഡിയോൻ്റെ MB കാണിക്കുന്നുണ്ടാവും. ഈ വീഡിയോ MB നമ്മൾ ഇത്ര MB നമ്മൾ സൈസ് ഓൾറെഡി 12.18.9 MB ആണ് ഓൾറെഡി ഈ വീഡിയോ ഉള്ളത്, എൻ്റെ വീഡിയോ. അത് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി ഈ വീഡിയോ എനിക്ക് ഇത്ര കുറേ പോർഷൻ വേണ്ടായി. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ലോങ് വീഡിയോ ആയിരുന്നു, ഞാൻ കട്ട് ചെയ്തത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം, ലാസ്റ്റ് പോർഷനൊന്നും നമുക്ക് കട്ട് ചെയ്തിട്ടില്ല, നമുക്കിത് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞു, എഡിറ്റിങ്ങിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇത് മുന്നത്തെ വീഡിയോ ആയിരുന്നു, ഞാൻ ഓൾറെഡി മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോസ് കട്ട് ചെയ്തിട്ട് MBPS കുറക്കുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ അത്ര MBPS ഇതിൽ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്ര MBPS നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സ്പേസ് വേണം. ഓക്കെ, നമുക്ക് മൊബൈലിൽ അത്ര സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം എക്സ്പോർട്ട് ആവത്തുള്ളൂ. കുറേ ആൾക്കാർക്ക് അതൊരു പ്രശ്നമുണ്ട്, നമ്മൾ മെമ്മറിയിൽ അത്ര കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ MP4 HD ക്വാളിറ്റിയിലൊന്നും കിട്ടത്തില്ല. അപ്പോൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ MB കുറഞ്ഞാണ്ട, MB കുറഞ്ഞത് ഞാൻ വീഡിയോ ചെറുതായത് കൊണ്ടാണ്, എനിക്ക് ഓൾറെഡി അത്ര ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് MB കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത്ര MB മെമ്മറി കാർഡിൽ ഫ്രീ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, MP4 എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി കുറയും, പിന്നെ ഇവിടെ റെസൊല്യൂഷൻ കുറയും. ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നുണ്ട്, നമുക്ക് എത്ര ക്വാളിറ്റിയാണ് എത്ര ക്ലാരിറ്റിയിലാണ് വേണ്ടതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ MB കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൽ സ്ഥലം ഉണ്ടാവത്തില്ല, മെമ്മറിയിൽ സ്ഥലം ഇല്ലാതിരിക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ പ്രോബ്ലം വരുന്നുണ്ട്. അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ എക്സ്പോർട്ട് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ആഡ്സ് വരുന്നുണ്ടെങ്കിൽ ആഡ്സ് കാണാം കേട്ടോ, ആഡ്സ് കണ്ടാലേ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാം കാണാം, ലോഗോ കാണിക്കും നമുക്ക്. ഓക്കെ, എക്സ്പോർട്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് നമുക്കത് എക്സ്പോർട്ട് ആവശ്യമില്ല. അപ്പോൾ ഇനി ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് വീഡിയോ കുറേ ലെങ്ത് ആയിപ്പോയി. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് 2-3 ടൈപ്പിൽ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി വീഡിയോ കുറേ ലോങ് ആയി, അപ്പോൾ നിങ്ങൾക്കും കൂടി ബുദ്ധിമുട്ടാവും. നിങ്ങൾക്കും കൂടി ഈ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ അതെല്ലാം കാണുമ്പോഴത്തേക്ക് മിക്സാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ അതേപോലെ എഡിറ്റിങ് ഇതാക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കമൻ്റ് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുള്ളത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ.